الحمد لله الواحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في صفاته، واحد في ذاته، واحد في أسماعه، واحد في أفعاله، ليس كمثله شيئا وهو السميع البصير. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഏറെ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള പരിശുദ്ധ റമദാൻ സമാഗതമാകാൻ പോവുകയാണ്. അതിന് തൊട്ടു മുമ്പുള്ള ശഅബാൻ മാസത്തിന്റെ ആദ്യ പകുതിയിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി ശേഷിക്കുന്ന ഏതാനും ദിനരാത്രങ്ങൾ വളരെ വേഗത്തിൽ അവസാനിച്ചു കഴിഞ്ഞാൽ 30 ദിനരാത്രങ്ങൾ അല്ലാഹു തആല നിർബന്ധമാക്കിയ വ്രതാനുഷ്ഠാനം നാം എല്ലാവരും അനുഷ്ഠിക്കുവാനും ആ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്ക് കൂട്ടാതെ വാരിക്കോരി നൽകുന്ന പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനും വേണ്ടി ഒരുങ്ങണം. അള്ളാഹു അതിനെല്ലാം നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശഅബാൻ മാസം എന്തുകൊണ്ട് വിശ്വാസികൾക്ക് പ്രിയപ്പെട്ടതാകണമെന്നും ആ മാസം യഥാർത്ഥത്തിൽ റമദാനിന്റെ മുന്നോടിയായി നമുക്ക് ഒരുങ്ങാനുള്ള മാസമാണ് എന്നും അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം പ്രാധാന്യമാണ് നൽകിയിരുന്നത് എന്നുമൊക്കെ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് ശഅബാനിലെ കഠിനാധ്വാനം അത് വരുന്ന വിശുദ്ധ റമദാനിലേക്ക് നമുക്ക് തഅസീർ അഥവാ എളുപ്പം നൽകും എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച സൂറത്തു ലൈലിലെ 5, 6, 7 വചനങ്ങൾ, അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് ഫഅമ്മാ മൻ അഗ്താ വത്തഖാ ഫസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽയുസ്റാ. ആരാണോ തഖ്വ കാത്തു സൂക്ഷിക്കുകയും ഏറ്റവും ഖൈറായ രീതിയിൽ ദീനിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൂടുതൽ ഖൈറുകൾ നൽകുമെന്ന് മാത്രമല്ല കൂടുതൽ എളുപ്പം അവർക്ക് നൽകും എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ സ്മരിച്ചുകൊണ്ട് അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചിട്ടുള്ള ശക്തമായ ദീനീ നിഷ്ഠയുള്ള ജീവിതം നയിച്ചുകൊണ്ട് നാം അമലുകൾ ചെയ്യുമ്പോൾ നമുക്ക് ആ അമലുകളിൽ അല്ലാഹു എളുപ്പം നൽകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം സ്മരിക്കാതെ
അവന്റെ ദീന് നമ്മോട് മുന്നോട്ട് വെക്കുന്ന അനുഷ്ഠാനങ്ങളെ നാം ജീവിതത്തിൽ അനുഷ്ഠിക്കാതെ ഇസ്ലാം എന്ന ദീനിനെ നാം അവഗണിച്ച് മറന്നു കളഞ്ഞ് ജീവിച്ചാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇഹലോക ജീവിതവും മരണത്തിന് ശേഷമുള്ള ഖബർ ജീവിതവും ഉയർത്തെഴുന്നേൽപ്പ് നാളാകുന്ന മഹ്ശറ ജീവിതവും അത്യധികം ദുരന്തം നിറഞ്ഞതായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്തു ത്വാഹ 126-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമൻ അഗ്റദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ فقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ അഅറള അൻ ദിക്രി, ആരാണോ അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് ആ റബ്ബ് നൽകുന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കപ്പെട്ട ആ ദിക്റിനെ, ആ ഇൽമിനെ, ആ ദീനിനെ ആരാണോ വിസ്മരിക്കുന്നത്, അവഗണിക്കുന്നത്, അതിൽ നിന്ന് മുഖം തിരിച്ചു കളയുന്നത്, ഫഇന്ന ലഹു മഈശതൻ ളൻകാ, അല്ലാഹു തആല അവരുടെ മഈശത്തിനെ അവർക്ക് കുടിസാക്കി കൊടുക്കും. ദുനിയാവിലെ ജീവിതത്തിൽ അവർക്ക് സമ്പത്തുണ്ടെങ്കിലും ഒരു റാഹത്ത് കിട്ടൂല. എന്നാൽ ചില ആളുകൾക്ക് അല്ലാഹു തആല എത്ര ഓടി നടന്നാലും ഒരു ബർക്കത്തോ റാഹത്തോ കൊടുക്കില്ല. അവർക്ക് എന്നും ദുരിതവും രോഗവും വിഷമതകളും ബുദ്ധിമുട്ടുകളും മാത്രം തന്നെയായിരിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ അതിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ്, അങ്ങനെയുള്ള ആളുകളുടെ മഈശത്ത് അല്ലാഹു തആല വൻകാക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ ഖബർ ജീവിതം അവർക്ക് അല്ലാഹു തആല കുടുസാക്കി കൊടുക്കുമെന്നാണ്. ഇത് കഴിഞ്ഞാൽ നാളെ പിന്നീട് ഉയർത്തെഴുന്നേൽപ്പ് നാളാണ്. വനഹ്ശറുഹു യൗമൽ ഖിയാമത്തി അഅമാ, ഉയർത്തെഴുന്നേൽപ്പ് നാളാകുന്ന മഹ്ശറ വൻസഭയിൽ അവരെത്തിക്കഴിഞ്ഞാൽ രണ്ട് കണ്ണും കാണാത്തവരായി അവരെ അല്ലാഹു ഹാജരാക്കും. ആ സമയത്ത് അല്ലാഹുവിനോട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ, അല്ലാഹ് നീ എന്തിനാണ് ഞങ്ങളെ ഈ കണ്ണുപൊട്ടനായി അന്ധന്മാരായി ഇവിടെ മഹ്ശറിൽ നീ ഒരുമിച്ച് കൂട്ടിയത്? വഖദ് കുൻതു ബസീറാ, ദുനിയാവിൽ ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ എന്നാണ് അല്ലേ. 88-90 കഴിഞ്ഞിട്ടും കണ്ണട വെക്കാതെ ഞാന് സീരിയലും അതേപോലെ തന്നെ മൊബൈൽ ഫോണൊക്കെ നോക്കിയതാ, പത്രം നല്ല വായിച്ചതാണ്, പല നിരക്കുള്ളത് വായിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്തിനാണ് രണ്ട് കണ്ണും കാണാത്തവരാ നീ എന്നെ ഇവിടെ ഹാജരാക്കിയത്? ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് നൽകുന്ന മറുപടി, ഖാല കദാലിക, നീ പറഞ്ഞത് ശരിയാണ്, കാര്യം അപ്രകാരം തന്നെയാണ്. പക്ഷേ അത്തതുക ആയാതുനാ, നമ്മുടെ ആയാത്തുകൾ നിനക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ? ആ സമയത്ത് ഫനസീതഹാ, നീ അതിനെല്ലാം അങ്ങ് മറന്നു കളഞ്ഞു. അതുകൊണ്ട് കദാലികൽ യൗമ തുൻസാ, ഇന്ന് നിന്റെ കാര്യത്തെ കുറിച്ച് ഞാനിതാ മറന്നു കളഞ്ഞിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിനെ ഓർക്കാത്ത, അള്ളാഹുവിന്റെ ദിക്റുകളെ സ്മരിക്കാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങളെ അവഗണിക്കുന്ന ആളുകൾക്ക് ഖബർ ജീവിതവും മഹ്ശറയും പരലോകവും ദുരിതവും ദുരന്തവുമായിരിക്കും. അതിലുപരി ഏലോക ജീവിതവും അവർക്ക് ഒരു റാഹത്തും അല്ലാഹു തആല കൊടുക്കൂല. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരിക്കലും നമ്മൾ അള്ളാഹുവിനെ മറന്നു കളയാൻ പാടില്ല. അതുകൊണ്ട് വരാൻ പോകുന്ന റമളാനിലേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചും ധാരാളമായി ഖുർആൻ ഓതിയും ദുആ ദിക്റുകൾ വർദ്ധിപ്പിച്ചും ആ തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേറ്റും നമ്മളൊന്ന് പരിശീലിക്കുക. കാരണം കഴിഞ്ഞ 10 മാസം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല ആളുകളുടെ ജീവിതത്തിൽ അതൊന്നും പതിവില്ലാത്തതാണ്. എല്ലാവരുടെ ജീവിതത്തിലല്ല, പല ആളുകളുടെ ജീവിതത്തിലും പതിവില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ശഅബാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കഠിനാധ്വാനം ചെയ്തിരുന്നു, സൽക്രമങ്ങളിൽ അവർ അധ്വാനിച്ചിരുന്നു. കാരണം മൻ സാമ റമളാനൻ ഈമാനൻ വഹ്തിസാബാ ഉഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരാണോ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നിർബന്ധമായ നോമ്പ് അള്ളാഹിന്റെ വജ്ഹ ഗ്രഹിച്ചുകൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടി, നല്ല ശിർക്കില്ലാതെ ബിദ്അത്തില്ലാതെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് നല്ല ഖുശൂഅോടുകൂടിയോ ആ കൃത്യമായ നിബന്ധനകൾ പാലിച്ചുകൊണ്ടും ആരാണോ അനുഷ്ഠിക്കുന്നത്, ഉഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെയെല്ലാം അള്ളാഹു അവനിൽ നിന്ന് മായ്ച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ വലിയ പ്രതിഫലം ലഭിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള ഓഫറുകളുടെ മാസത്തിലേക്കാണ് നമ്മൾ ഏതാനും ദിനരാത്രങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞത് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ കേൾപ്പിച്ചു, റജബ് എന്ന് പറഞ്ഞാൽ ഒരു കർഷകൻ വിത്തിറക്കുന്നതിന് വേണ്ടി ആ മണ്ണിനെ ഉഴുതുമറിക്കുന്ന പോലെ റമളാനിന്റെ മുന്നോടിയായ റജബിൽ ഉഴുതുമറിക്കലാണ്. ശഅബാൻ എന്ന് പറഞ്ഞാൽ ഒരു കർഷകൻ ഉഴുതുമറിച്ച ഭൂമിയിൽ വിത്തിറക്കി
ആ വിത്ത് വേരുകെട്ടി സംരക്ഷിച്ച് വളം കൊടുത്ത് അതിനെ നന്നായി പരിപോഷിക്കുന്നത് പോലെ റമദാനിന് മുമ്പ് ഷഅബാനിൽ നമ്മൾ എന്ത് ചെയ്യണം? പരിപോഷിക്കണം. റമദാൻ എന്ന് പറഞ്ഞാൽ കർഷകൻ ആ നെൽക്കതിരുകളും ആ കൃഷിയും കൊയ്ത് സമ്പാദിക്കുന്നത് പോലെ പ്രതിഫലം വാരിക്കൂട്ടാനുള്ളതാണ് റമദാൻ. അപ്പൊ റജബ് എന്ന് പറഞ്ഞാൽ അത് ഉഴുതുമറിക്കലാണ്, ഷഅബാൻ എന്ന് പറഞ്ഞാൽ അത് വിത്തിറക്കലാണ്, റമദാൻ എന്ന് പറഞ്ഞാൽ കൊയ്തെടുക്കലാണ്. ഇത് ഭൗതിക ജീവിതത്തിന്റെ ഉദാഹരണം പറഞ്ഞ് എന്തിനാണ് ഇവിടെ വിശദീകരിച്ചത്? നാളെ പാരത്രിക ലോകത്തേക്ക് വേണ്ടി അമലുകൾ സ്വരൂപിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ദിവസം പ്രധാനപ്പെട്ടതാണ്, ഒരാഴ്ച പ്രധാനപ്പെട്ടതാണ്, ഒരു മാസവും ഒരു വർഷവും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഷഅബാനിനെ കുറിച്ച്, വഹുവ ശഹ്റുൻ തുർഫഉൽ ഫീഹിൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ മാസം അത് റബ്ബിലേക്ക് അമലുകൾ കയറി പോകുന്ന മാസമാണ് ഷഅബാൻ. അതുകൊണ്ട് തന്നെ ഈ മാസത്തില് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്തുകൊണ്ട് അല്ലാഹു തആലയിലേക്ക് എന്റെ അമലുകൾ ഉയരട്ടെ എന്ന ആഗ്രഹത്തിലാണ് മറ്റു മാസങ്ങളിൽ ഞാൻ ഒരു ദിവസവും മുറിയാതെ നോമ്പ് നോൽക്കാറില്ല. എന്നാൽ ഷഅബാനിൽ റസൂൽ റമദാനെ പോലെ തന്നെ എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത്ര ഒന്നും കഴിയൂല. അപ്പൊ നമ്മൾ ഒന്നെങ്കിലും ഒരു സാമ്പിൾ നോൽക്കുക, രണ്ടെണ്ണെങ്കിലും നോൽക്കുക, അല്ലെങ്കിൽ ഒരു മാസത്തിൽ 4 നോൽക്കുക, അല്ലെങ്കിൽ അയ്യാമൽ ബിഅദ് എന്ന 13, 14, 15 നോൽക്കുക. അങ്ങനെ ഒന്നിടപെട്ട് നോൽക്കുക. കഴിയുന്നവരൊക്കെ അവരെ ഈമാന്റെ കപ്പാസിറ്റി അനുസരിച്ച്, ശാരീരികമായ താക്കത്തനുസരിച്ച് അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക. ഇബ്നു മാജാ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയുന്നു, ഖാല ഇന്നല്ലാഹു ല യത്തലിഉ ഫീ ലൈലത്തിൽ നിസ്ഫി മിൻ ശഅബാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ പകുതിയായി കഴിഞ്ഞാൽ, അഥവാ ആ ശഅബാൻ 15 രാത്രിയിൽ അല്ലാഹു അവന്റെ അടിമകളിലേക്ക് എത്തി നോക്കുന്നതാണ്. ആരൊക്കെ ഈ ഷഅബാൻ 15 മുതൽ റമദാനിന് മുമ്പ് വരെ ഉഷാറാകുന്നുണ്ട് എന്നുള്ള എത്തി നോക്കും. നമ്മളെ കുടുംബത്തിലേക്ക് എത്തി നോക്കിയാൽ എന്താ കാണുക? തഹജ്ജുദ് ഉണ്ടാവോ? ഖുർആൻ ഖത്തം തീർത്തുണ്ടാവോ? ദിക്ർ ദുആ വർദ്ധിപ്പിച്ചുണ്ടാവോ? ഹറാമുകൾ കൈയൊഴിപ്പിച്ചതുണ്ടാവോ? ഇല്ല. എന്താ ഉണ്ടാകുക? പള്ളി പെയിന്റ് അടിച്ച് കാണും, പിന്നെ നനച്ചുള്ളി ഉണ്ടാവും, അരിയും ഒക്കെ പൊടിച്ചിട്ടുണ്ടാവും, മല്ലി മുളകൊക്കെ റെഡിയാക്കും. ഇതല്ലാത്ത എന്ത് മത്സരമാണ് ഷഅബാനിൽ റമദാനിൽ വേണ്ടി നമ്മുടെ കുടുംബത്തിൽ കാണുക? അല്ലാഹു തആല സഹോദരങ്ങളെ ദീനിന് വേണ്ടി മത്സരിക്കാനുള്ള ആഫിയത്ത് തൗഫീഖ് നൽകട്ടെ. അതിന്റെ അർത്ഥം പള്ളി പെയിന്റ് അടിക്കണ്ടാന്നോ, പേര തട്ടിക്കൊട്ടണ്ടാന്നോ, മല്ലിമുളകും പൊടിച്ചു വെക്കണ്ടാന്നോ ഒന്നും അർത്ഥമല്ലട്ടോ. അതൊക്കെ നമുക്ക് ഉഷാറാക്കാം. പക്ഷേ തീറ്റയുടെ മാസമല്ല റമദാൻ. കച്ചവട കമ്പോളങ്ങളിൽ ലാഭം കൊയ്യുന്ന മാസമല്ല റമദാൻ. മരണാന്തര ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള മീസാൻ, അമലുകൾ തൂക്കുന്ന മീസാൻ നിറക്കുന്നതാണ്. വലത് കയ്യിൽ ഗന്ധം ഏറ്റുവാങ്ങാൻ കഴിയുന്ന ഏറ്റവും ഓഫറിന്റെ മാസമാണ് റമദാൻ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറയാണ്, അല്ലാഹു ശഅബാൻ 15 രാവിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങളിലേക്ക് എത്തി നോക്കുന്നതാണ്. അങ്ങനെ ഫയഗ്ഫിറു ലീ ജമീഅൽ ഖൽഖിഹി ഇല്ലാ ലിശ്രികിൻ ഔ മുശാഹിദീൻ, ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിദീൻ. അല്ലാഹു തആല എത്തി നോക്കിയിട്ട് എല്ലാ മുഅ്മിനീകൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും ശഅബാൻ 15 രാവിൽ. പക്ഷേ എന്ത് നിബന്ധന വേണം? ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിദീൻ. ഒരിക്കൽ പോലും അല്ലാഹു തആലയിൽ ശിർക്ക് ചെയ്യാത്തവൻ, അതേപോലെ തന്നെ മുശാഹിദിൻ പരസ്പരം പിണങ്ങി നിൽക്കാത്തവർ. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കാത്ത ആളുകളും ജീവിതത്തിൽ അല്ലാഹു തആലക്ക് മാത്രം നൽകേണ്ട ദുആകൾ, ഇസ്തിഗാസകൾ, നേർച്ചകൾ, തവക്കുലുകൾ ഇത് അല്ലാഹു അല്ലാത്ത ഒരു പടപ്പിനും കൊടുക്കാത്ത മരിച്ചുപോയ മഹാത്മാക്കൾക്കോ കെട്ടിയിട്ട കബറുകൾക്കോ അതുപോലെ തന്നെ ഏതെങ്കിലും ജിന്നുകൾക്കോ മലക്കുകൾക്കോ കല്ലുകൾക്കോ നക്ഷത്രങ്ങൾക്കോ ദേവീ ദേവന്മാർക്കോ ബീവിമാർക്കോ ബാബമാർക്കോ ഒരാൾക്കും കൊടുക്കാത്ത ശിർക്കിന്റെ ഒരു തരിമ്പ് പോലും വിശ്വാസത്തിലോ കർമ്മങ്ങളിലോ ഇല്ലാത്തവനും തമ്മിൽ പിണങ്ങി നിൽക്കാത്തവർക്കും ആ രാവിലെ അല്ലാഹു മുഴുവനും പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ മൗലവിമാര്, ആ മൗലവിമാരെ പിൻപറ്റുന്ന സമസ്തയിലെ സഹോദരങ്ങൾ ഈ റമദാൻ ശഅബാൻ 15 മാത്രം പ്രത്യേകമായ പോരിശ കാണുകയും എന്നിട്ട് ആ ദിവസത്തിൽ പ്രത്യേകമായി നിസ്കാരം, നോമ്പും ദിക്റൊക്കെ എടുത്ത് ചക്കരച്ചോറും തിന്ന് ഏമ്പക്കപ്പെടുകയും ചെയ്യുന്ന ശുദ്ധമായ അന്ധവിശ്വാസം ബിദ്അത്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു കൂലി അല്ലാഹ് കിട്ടൂല. ഇസ്ലാമിലില്ലാത്ത അനാചാരങ്ങൾ വർദ്ധിപ്പിച്ചു തന്നാൽ ഒരു കൂലിയും കിട്ടില്ല. അതുകൊണ്ട് ഖുർആൻ അർത്ഥമറിഞ്ഞു ഓതുക, സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക, തഹജ്ജുദ് നമസ്കാരം വർദ്ധിപ്പിക്കുക, ദിക്ർ ദുആകളും സദഖകളും വർദ്ധിപ്പിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അമലുകൾ ചെയ്ത് മുന്നേറാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെയും അവന്റെ വിധിവിലക്കുകളെയും ജീവിതത്തിലുടനീളം ഓർത്തുകൊണ്ട് അത് പാലിച്ചുകൊണ്ട്
സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി അദ്വമുഹാ വഇൻ ഖല്ല. അഹബ്ബുൽ അഅമാൽ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ അത് എങ്ങനെയുള്ളതാണ്? അദ്വമുഹ, ദായിമായി ചെയ്യുന്ന അമലുകളാണ്. എന്താണ് ദായിം എന്ന് പറഞ്ഞാൽ? എന്നും ചെയ്യുന്ന അമലുകളാണ്. വഇൻ ഖല്ല, കുറച്ചാണെങ്കിലും. അവ ഉള്ളത് കുറച്ചാണെങ്കിലും. 5 നേരത്തെ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നുണ്ട്. പിന്നെ റവാത്തിബ് സുന്നത്തുകൾ എടുക്കുന്നുള്ളൂ. പിന്നെ തഹജ്ജുദ് നിസ്കാരം 11 എടുക്കാനുള്ള താക്കത്തില്ല. അപ്പൊ ഒരു സുബീന്റെ കുറച്ച് മുമ്പ് നീച്ച് 3 എടുക്കണുള്ളൂ, 5 എടുക്കണുള്ളൂ. പിന്നെ എല്ലാ അയ്യാമുൽ അതിൽ നോമ്പ് വെൽക്കലൊന്നുമില്ല. എല്ലാ തിങ്കൾ വ്യാഴം നോൽക്കല്ല. ഇടക്ക് തിങ്കളാഴ്ച തോൽക്കും, ചിലപ്പോൾ വ്യാഴാഴ്ച തോൽക്കും. ഇങ്ങനെയൊക്കെ കുറച്ചീച്ച കൈകളുള്ളൂ മതി. പക്ഷെ എന്ത് ചെയ്യണം? ദായിമാക്കണം. എന്നും ചെയ്യണം. ചെയ്യണത് എന്നും ചെയ്യണം. അല്ലാതെ ഒരു ക്ലാസ് കേട്ട്, വയൽ കേട്ട്, കുത്തുബ കേട്ട് അത് നാളെ മുതൽ എല്ലാം കൂടി നൽകാൻ തുടങ്ങും. എന്നിട്ട് പിന്നെ അത് 2 ദിവസം 4 ദിവസം 5 ദിവസം പിന്നെ മൂലക്കിടും. അതല്ല, ദായിമായി ചെയ്യുന്നവന്റെ അമലിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഈ റമളാനിന് മുമ്പുള്ള ശഅബാൻ മാസം പല ആളുകളും മറന്നു പോകുന്ന ഒരു മാസമായതുകൊണ്ടാണ് ഈ മാസങ്ങളിൽ നാം പ്രത്യേകം 2 ഖുതുബകൾ ശഅബാനിനെ സംബന്ധിച്ച് ഉണർത്തിയത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ബറാഅത്ത് രാവും ചില അനാചാരങ്ങളും നമ്മൾ പറയാതിരിക്കാൻ പറ്റൂല. കാരണം എന്താ? റജബിൽ അനവധി അനാചാരങ്ങൾ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ നടത്തുന്നുണ്ട്. സാധാരണക്കാരായ ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിലൂടെ അത് മുഴുവനും കേട്ടുകൊണ്ട് പലതരത്തിലുള്ള ദിക്റുകളും പലതരത്തിലുള്ള നിസ്കാരങ്ങളും പലതരത്തിലുള്ള നോമ്പും പലതരത്തിലുള്ള അന്നദാനങ്ങളും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിലൂടെ ദീൻ ഇസ്ലാം പൂർത്തീകരിച്ചു. ആ പൂർത്തിയാക്കിയ ദീന് കൂട്ടാനും കുറക്കാനും നമുക്കാർക്കും അവകാശമല്ല. ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മാ തറക്തു മിൻ ഷൈഇൻ യുഖർരിബുക്കും ഇലൽ ജന്നത്തി ഇല്ലാ ഖദ് ഹദ്ദത്തുകും ബിഹി വമാ മിൻ ഷൈഇൻ യബ്ഉദുക്കും അനിൻ നാരി ഇല്ലാ ഖദ് ഹദ്ദത്തുകും ബിഹി. സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന എല്ലാം എന്തൊക്കെയുണ്ട് അത് മുഴുവനും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തിൽ നിങ്ങൾ അകറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സ്വഹാബ. അതുകൊണ്ട് തന്നെ ആ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് കണ്ട് അനുഷ്ഠിച്ച വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾ എന്താണോ അതാണ് ഖിയാമത്ത് നാൾ വരെയും ദീന്. കാലം അതിശീഘ്രം മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങളും ഈ ഭൂമിയിൽ മനുഷ്യ ജീവിതത്തിലും വ്യവഹാരങ്ങളിലും ഇടപാടുകളിലും സൗകര്യങ്ങളിലും വരും. അതുകൊണ്ട് തന്നെ അതൊന്നും നിങ്ങൾ ചെയ്യേണ്ടതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഫ്ലൈവുഡിന്റെ മെമ്പർമേൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചിട്ടില്ല. മൈക്കിൽ കൂടെ റസൂലുള്ളാഹി ഖുതുബ പറഞ്ഞിട്ടില്ല. ഇല്ല. അതേപോലെ തന്നെ ഈ കോൺക്രീറ്റ് ഇട്ട ഇത്തരത്തിലുള്ള ബിൽഡിംഗ് റസൂലുള്ളാഹിന്റെ കാലത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ പുതിയതാണ്, അവിടെ ഒക്കെ തച്ച് പൊളിച്ച് പഴയ ഓല കൊണ്ട് മേഞ്ഞാണ് വേണം, ഈന്തപ്പന വലന വേണമെന്നാണോ? അല്ല, അതല്ല ദീനിൽ പുതുതായി. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഞാൻ നിങ്ങളിൽ കൽപ്പിക്കാത്ത മൻ അമില അമലൻ, ഒരാളൊരു അമൽ ചെയ്യാണ്, ആ അമൽ ചെയ്യുമ്പോൾ അയാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയില്ലാത്തതാണ്, സ്വഹാബത്തിൽ നിന്ന് കാണാത്തതാണ് എങ്കിൽ ഫഹുവ റദ്ദുൻ, നിങ്ങൾ തള്ളിക്കളയണമെന്നാണ്. തള്ളിക്കളയണമെന്നാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ബിദ്അത്ത് എന്താണ് സുന്നത്ത് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാല് ബറാഅത്ത് രാവും അതുപോലെയുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു ഉദാഹരണം പറയാം. ബാങ്ക് എന്ന് പറഞ്ഞാൽ എത്ര മഹത്വമുള്ള ദിക്റാണ് അല്ലെ? ആകാശഭൂമികൾ മുഴുവൻ ഒരു തുലാസിന്റെ തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ഒരു തുലാസിന്റെ കട്ടിലും ഇട്ടാൽ തൂങ്ങൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെ? മുഹമ്മദ് റസൂലുള്ളാഹ് എത്ര വലിയ ദിക്റാണ്. അല്ലാഹു അക്ബർ എത്ര വലിയ ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എത്ര വലിയ ദിക്റാണ്. എന്ന ബാങ്ക് എന്ന് പറഞ്ഞ മഹത്തായ ആ നമസ്കാര സമയം സൂചിപ്പിക്കുന്ന വിളി, അത് അള്ളാഹു പറഞ്ഞെന്താ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമലൻ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനെക്കാളും മഹത്വമേറിയ വാക്ക് പറയുന്നവൻ ആരാണ്? അതുകൊണ്ടാണ് 5 നേരം ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിന് നാളെ മഹ്ശറിൽ കഴുത്തു നീണ്ടവനായി അള്ളാഹു തആല പ്രത്യേകം അടയാളപ്പെടുത്തുന്നു. സാധാരണക്കാരെക്കാൾ കൂടുതൽ നോക്കിയാൽ തന്നെ പോലും മുഅദ്ദിന്മാരാണ്. 12 വർഷം ഒരു പള്ളിയിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ തുടർച്ചയായി അള്ളാഹിന്റെ വചനം മാത്രം ആഗ്രഹിച്ച് മുഅദ്ദിൻ ജോലി ചെയ്താൽ ഫിൽ ജന്ന, അവർക്ക് സ്വർഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അവ അള്ളാഹിന്റെ മാർഗത്തിൽ ദഅവത്ത് നിർവഹിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലയും ഈ ബാങ്കിലൂടെ ഉച്ചരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ വലിയ ദിക്റാന്ന് മനസ്സിലായില്ലേ? ആണ്. ഈ ബാങ്ക് നമ്മൾ വെള്ളിയാഴ്ച ജുമഅക്ക് മുമ്പ് നമ്മൾ കൊടുത്തു. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവോട് കൽപ്പിച്ചു, വെള്ളിയാഴ്ച ജുമഅക്ക് മുമ്പ് നീ ബാങ്ക് കൊടുക്കണം അല്ലേ? 5 നേരത്തെ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും അറിയും അല്ലേ? എന്നാ സഹോദരങ്ങളെ മുഅ്മിനീങ്ങൾ, നിങ്ങൾ നമ്മുടെ പെരിയിലൊക്കെ വരുന്ന ചെലവിന് വരുന്ന ഉസ്താദന്മാരോടും കാണുന്ന മൗലവിമാരോട് ചോദിക്കാം, മൗലവിയെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് എന്താ ബാങ്ക് കൊടുക്കാത്തത്? പെരുന്നാൾ നിസ്കാരത്തിന് എന്താ ഒരു ബാങ്ക് കൊടുക്കാത്തത്? പെരുന്നാൾ വലിയ നിസ്കാരമാണ്.
പള്ളിയിൽ വന്ന് നിസ്കാരം തുടങ്ങിയ മുമ്പ് സമയമായി ഒതുർത്ത് വന്നോ എല്ലാവരും കയറിയോ ഞാൻ തുടങ്ങിയല്ലേ എന്ന് പറയാനല്ലോ. അതിന് പകരം മൈക്കുമാണ് മുട്ടിയിട്ട് മൊല്ലാക്കാക്ക് ബാങ്ക് കൊടുത്താൽ പോലെ ഇത്ര വലിയ ദിക്ര ബാങ്ക് വലിയ കൂലിട്ടൂലേ? അത് ചോദിച്ചാൽ പറയും കുഞ്ഞുമോനെ ബാങ്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർള് നിസ്കാരത്തിന് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്, ജുമാക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന് റസൂലുള്ളാഹി ബാങ്ക് പഠിപ്പിച്ചിട്ടില്ല. അവന്നാൽ നല്ല ദിക്റല്ലേ ചെല്ലിക്കൂടെ? അത് പറ്റൂല. നബി പഠിപ്പിക്കാത്തോടത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ലേ? അങ്ങനെ മൗലവി പറയണം, അതാണ് ദീൻ. അങ്ങനെ മൗലവി പറഞ്ഞു കൊടുക്കണം, അതാണ് ദീൻ. മയ്യത്ത് പള്ളിയിൽ കൊണ്ടു വെച്ചിട്ട് ഇടപാട് തീർക്കുന്ന വിഷയം പൊരുത്തപ്പെടിക്കലൊക്കെ നടക്കും. എന്നാലോ 10 മണിക്ക് പറഞ്ഞതാണ്, 2 10 3 നോക്കല്ലേ, ഞാൻ രണ്ടാളും കൂടി ഉണ്ട് ഒക്കെ പറയും അല്ലെ. എന്തിനെങ്ങനെ ഇറങ്ങാറാണ്? ഒരു ബാങ്കാണ് കൊടുത്താൽ പോലെ, ഇഖാമത്താണ് കൊടുത്താൽ പോലെ. എന്താ കൊടുക്കാത്തേ? ചോദിച്ചു നോക്കി. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നോ മയ്യത്ത് നിസ്കാരത്തിന് ഇഖാമത്ത് ബാങ്കും? ഇല്ല. എന്താ കാരണം? റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു പഠിപ്പിക്കാത്തത് നമ്മൾ പുണ്യകരമാണ്, നല്ലതാണ്, കൂലി കിട്ടും എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാൽ അതിന്റെ പേരാണ് ബിദ്അത്ത്. ഞാൻ ഖുത്ബ തുടങ്ങിയപ്പോൾ ഹംദും സലാത്തും ചൊല്ലിയിട്ട് ഖുത്ബത്തുൽ ആജയിൽ ആദ്യം പറഞ്ഞ വാക്കെന്താ? റസൂലുള്ളാഹി പറഞ്ഞ കൽപ്പനയാണ്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, വാക്കുകളിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക് അല്ലാഹുവിന്റെ കലാമാണ്, ഖുർആനാണ്. വഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചര്യകളിൽ വെച്ച് ഏറ്റവും നല്ല ചര്യ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുകയാണ് വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ചീത്തയായ കാര്യം ഒരു മാതൃകയുമില്ലാതെ ദീനുൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതിന്റെ പേരാണ് വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ. അങ്ങനെ ദീനിലേക്ക് കടന്നു വരുന്ന അനാചാരങ്ങളുടെ പേരാണ് ബിദ്അത്ത്. വകുല്ല ബിദ്അത്തിൻ ളലാല, അങ്ങനെയുള്ള ദിക്റാണ് സ്വലാത്താണ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് റസൂൽ പഠിപ്പിക്കാത്തതോ സ്വഹാബത്ത് ചെയ്യാത്തതോ കണ്ടുവന്നാൽ വലാലത്താണ്. വകുല്ല വലാലത്തും പിന്നാലെ നരകത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ശഅബാൻ 15 അത് കഴിഞ്ഞാൽ പിന്നെ അതിന് ലൈലത്തുൽ ബറാഅ് എന്ന് പേര് നൽകി ഒട്ടേറെ സൽക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ മുസ്ലിയാക്കന്മാർ ഉണ്ടാക്കി കൊടുത്തു. ഉദാഹരണം പ്രത്യേക നിസ്കാരം, നോമ്പ്, അതേപോലെ ദിക്ർ, സ്വലാത്ത്, പ്രാർത്ഥനകൾ, ഖുർആൻ പാരായണം, ആ രാത്രി തന്നെ സജീവമാക്കാൻ വേണ്ടി ആ ദിവസത്തെ മാത്രം നോമ്പനുഷ്ഠിക്കൽ തുടങ്ങിയിട്ടുള്ള 100 റക്അത്ത് നമസ്കാരം, ആയുസ് നീട്ടിക്കിട്ടാൻ 6 റക്അത്ത് നമസ്കാരം, ഖൈറും ബർക്കത്തും ഉണ്ടാകാൻ വേണ്ടിയുള്ള നിസ്കാരം, സൂറത്ത് യാസീൻ ആ രാത്രിയിൽ പാരായണം ചെയ്താൽ വലിയ കൂലിയാണ് എന്ന് മൗലവിമാര്. അല്ലാഹുമ്മ യാദൽ മന്ന് ലാ യമന്നു അലയ്യ യാദൽ ജലാലി വൽ ഇക്റാം, ഈ ദിക്ർ ശഅബാനിന്റെ 15 ശേഷം പഠിപ്പിക്കുകയാണ്. എങ്ങനെയുള്ളത്? മുഴുവനും മുഅ്മിനീങ്ങളെ ദീനിൽ കടത്തിക്കൂട്ടിയതാണ് എന്ന് ഞാൻ ഈ മിമ്പറിൽ വെച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അമരക്കാർ, ഷാഫി മദ്ഹബ് പോലും അംഗീകരിക്കുന്ന ആളുകൾ, ഹിജ്റ 605 വഫാത്തായ മഹാനായ ഷാഫി പണ്ഡിതനാണ് ഇമാം അബൂശാമ അൽ മഖ്ബസി റഹ്മഹുല്ലാഹ്. അബൂശാമ അൽ മഖ്ബസി റഹ്മഹുല്ലാഹ് അദ്ദേഹം ഈ ശഅബാൻ മാസത്തിലെ ബിദ്അത്തുകളെ പഠിപ്പിക്കാൻ വേണ്ടി, അനാചാരങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഗ്രന്ഥം തന്നെ എഴുതിയ മഹാനാണ്. അൽ ബാഇഫു അലാ ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദീസ്. ഹലോ, ഉത്തരാചാരങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ്, കേട്ടോളൂ. ഹിജ്റ 448 എന്ത് ഈ ശഅബാൻ 15 ശേഷം 100 റക്അത്ത് നിസ്കാരം, അതേപോലെ തന്നെ ഒരു പ്രത്യേക നമസ്കാരം എന്നൊക്കെ പറഞ്ഞ ശഅബാൻ 15 നമസ്കാരം ഉണ്ടല്ലോ, ഇത് തുടങ്ങിയത് ഹിജ്റ 448 എന്നാൽ ഹിജ്റ 448 എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അവിടുത്തെ സ്വഹാബത്ത് 100 കൊല്ലം ജീവിച്ചു, ആ തലമുറയും കഴിഞ്ഞു. പിന്നെ താബീങ്ങൾ 100 കൊല്ലം ജീവിച്ചു, ആ തലമുറയും കഴിഞ്ഞു. തബഉത്താബീങ്ങൾ 100 കൊല്ലം ജീവിച്ചു, ആ തലമുറയും കഴിഞ്ഞു. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും ജീവിച്ചു, ആ കാലം കഴിഞ്ഞു. അപ്പൊ ആലോചിക്കുന്നത്, കഴിഞ്ഞുപോയ സ്വഹാബത്തും താബീങ്ങളും തബഉത്താബീങ്ങളും ഇമാമിങ്ങൾക്കും പരിചയമില്ലാത്ത പരിപാടിയാണ് ശഅബാനിലെ ഈ ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞ ചക്രച്ചോറും പ്രത്യേക നിസ്കാരം പരിപാടികളും. എന്നിട്ട് അബൂശാമ അൽ മഖ്ബസി പറയുന്നു, ഖദിംനാ അലൈനാ ഫീ ബൈത്തിൽ മുഖദ്ദസി റജുലുൻ മിനൽ നാബൽസി യഗ്റഫി ഇബ്നു അബിൽ ഹംറാ വകാന ഹസനു തിലാവതി വഖിയാമ യുസല്ലി ഫിൽ മസ്ജിദിൽ അഖ്സാ ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ. അപ്പൊ ശഅബാൻ 15 പ്രത്യേകമായ ഒരു രാവാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. സംശയമൊന്നുമില്ല. അല്ലാഹു തആല എത്തി നോക്കുന്നു. അന്ന് അമലുകൾ ചെയ്യുന്നവർക്ക് പ്രത്യേകം അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു. ശിർക്ക് ചെയ്യാത്തവർക്കും തമ്മിൽ പിണങ്ങാത്തവർക്കൊക്കെ അല്ലാഹു കൊടുക്കുന്നു. നമ്മൾ ഉദ്ധരിച്ചു, സ്വഹീഹ് ഹദീസാണ്. പക്ഷെ ആ ഒരു പോരിശയെ മുന്നിൽ വെച്ചുകൊണ്ട് അതിലേക്ക് എന്ത് ചെയ്തു? 100 റക്അത്ത് നിസ്കാരം തിരികെ കയറ്റി. ആര്? ബൈത്തുൽ മുഖദ്ദസിലേക്ക് നാബൽസി എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ നിന്നും അബിൽ ഹംറ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ വന്നു, ഒരു ചങ്ങായി വന്നു. ആ ചങ്ങായി വന്നിട്ട് എന്ത് ചെയ്തു? ബൈത്തുൽ മുഖദ്ദസിൽ വന്നിട്ട് ആണ് നിസ്കരിക്കാൻ തുടങ്ങി. മഗ്‌രിബിന് ശേഷം അവിടുന്ന് പിന്നെ എന്ത് ചെയ്തു? ആണ് നിസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ ആ നിസ്കാരാണ് തുടങ്ങിയിട്ട് അയാളെ പിന്നിൽ എന്ത് ചെയ്തു? ഫഖാല യുസല്ലി ഫിൽ മസ്ജിദി അൽ അഖ്സാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. അങ്ങനെ ആ ശഅബാൻ 15 ബൈത്തുൽ മുഖദ്ദസിൽ വന്ന് അയാൾ നമസ്കാരം തുടങ്ങി.
നിസ്കാരം തുടങ്ങി 15-ാം രാവിലെ തുടങ്ങിയപ്പോ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ പിന്നില് നല്ല ഖുർആൻ ഓത്തായത് കൊണ്ട് ആൾക്കാർക്ക് നല്ലതാന്ന് തോന്നിയിട്ട് എന്ത് ചെയ്തു, അതിന്റെ പിന്നാലെ ആദ്യം 2-3 ആൾക്കാർ പോയി നിന്നു. പിന്നെ 2 റക്അത്ത് ഇങ്ങനെ നിസ്കരിക്കുകയാണ്. പിന്നെ കണ്ടിന്യൂ ആൾക്കാർ എന്ത് ചെയ്തു, 10-ആയി 15-ആയി. അങ്ങനെ ഏകദേശം ആ പള്ളി ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു ജമാഅത്തായി അത് മാറി. പിറ്റത്തെ വർഷം അയാൾ വീണ്ടും ഇതേപോലെ ശഅബാൻ 15-ന് വന്നു. അന്നും ഇയാൾ നിസ്കാരം തുടങ്ങി. അന്ന് പള്ളി നിറഞ്ഞു. പിറ്റത്തെ വർഷമായപ്പോഴേക്കും പരിസരങ്ങളിലുള്ള പള്ളിയിലും പല നാട്ടിലും ഈ നിസ്കാരം പടർന്നു. അങ്ങനെയാണ് ബിദഅത്ത് പടർന്ന് പന്തലിക്കുക എന്ന് പറഞ്ഞത്, അല്ലേ? പരിശുദ്ധ റമദാന്റെ 27-ാം രാവിലെ സ്വലാത്ത് നഗരം എന്ന് പറഞ്ഞിട്ട് മുട്ടിപ്പാടത്ത് തുടങ്ങി. നല്ല കായിലാക്കി ചാക്ക് കണക്കിന് കെട്ടിക്കൊണ്ടേ മൂല്യന്മാര്. പിന്നെ അതെന്ത് ചെയ്തു, ചർമ്മങ്ങൾ തുടങ്ങി. പിന്നെ തൃശ്ശൂർ കൂരിക്കുഴി തുടങ്ങി. അങ്ങനെ പിന്നെ കണ്ട അണ്ടന അളകോണൊക്കെ പലർത്തും തുടങ്ങി. ഇത് കുറെ കാലം കാണുന്ന അന്നത്തെ സുന്നിയായ ആൾക്കാർ വിചാരിക്കാൻ കുറച്ചോടെ ഇത് റസൂലുള്ളാഹി സുന്നത്താണ്. എവിടെ സുന്നത്ത്? മുൻഗാമികളായ ആൾക്കാർക്ക് പോലും ഇത് പരിചയമുണ്ട്. ഇവിടെ ഇല്ല. ഇത് കടന്നു വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. ഇങ്ങനെയുള്ള സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തുൽ നാരിയ, അതേപോലെ തന്നെയുള്ള എല്ലാ അദാദ് റാത്തീബും ഷാദുലിയും പരിപാടിയും ഒക്കെ തന്നെ സ്ഥിതി ഇതെല്ലാം പിൽക്കാലത്ത് കടന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന എല്ലാ ഹദീസുകളും പലതും ദുർബലമാണ്, കെട്ടിച്ചമച്ച ഹദീസുകളാണ്. അതായത് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പറഞ്ഞു, ബനൂ കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമം എത്രയാണോ അത്ര നരകത്തിൽ നിന്ന് ഞാൻ ഈ ശഅബാൻ 15 ദിവസത്തിൽ ആളുകളെ മോചിപ്പിക്കുന്ന രാത്രിയാണ്. ഇത് അങ്ങേയറ്റം ദുർബലമായ ഹദീസാണെന്ന് ഇമാം ബൈഹഖി വ്യക്തമായി ഉദ്ധരിക്കുകയാണ്. ഇമാം അബൂ ശാമ റഹ്മത്തുള്ളാഹി പറയുന്നു, ഖാല ഹാഫിദ് അബൂ ഹത്താ ഇബ്നു ദഹിയ, അബൂ ഹത്താ ഇബ്നു ദഹിയ എന്ന വ്യക്തി പറയുന്നു, എന്ത് ഈ പോരിശ പറഞ്ഞ 100 റക്അത്ത് നമസ്കാരം, ഓരോ റക്അത്തിലും ഫാത്തിഹ സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ, അങ്ങനെ 100 റക്അത്ത് 2 വീതം, അങ്ങനെ ജനങ്ങൾ ധാരാളമായി നമസ്കരിക്കുന്നു. എന്നാൽ അവർ ഫജ്ർ നമസ്കാരം നഷ്ടപ്പെടുത്തുന്നു. രാത്രി ഇതൊക്കെ വന്നു നല്ല ഉഷാറിൽ പോവും, എന്നിട്ടോ ക്ഷീണിച്ച് കിടന്നുറങ്ങും. പാതിരാവായത്തിലൊക്കെ പോയി കണ്ട് പിന്നെ തഹജ്ജുദില്ല, സുബഹിയില്ലല്ലോ. അതേമാതിരിയാണ് അങ്ങനെ ഇസ്ലാമിലില്ലാത്ത കടത്തിക്കൂട്ടിയ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും സ്വഹാബത്ത് ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്തതാണെന്ന് ഷാഫി മദ്ഹബ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബിദ്അത്തുകളും അനാചാരങ്ങളും മുഴുവനും നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് വരാൻ പോകുന്ന റമദാനിനെ കൃത്യമായി നമ്മൾ മുമ്പിൽ കണ്ട് അതിനുവേണ്ടി നമ്മൾ തഹജ്ജുദ് നമസ്കാരം, സുന്നത്ത് നോമ്പുകൾ, സ്വതക്ക, ഖുർആൻ പാരായണം, ഇതൊക്കെ സാധാരണഗതിയിൽ സുന്നത്ത് കർമ്മങ്ങൾ അത് ചെയ്യല്ലാതെ പ്രത്യേകമായി ഈ റമദാൻ ഈ ശഅബാൻ 15-ന് ഒരു ബറാഅത്ത് ലൈലുൽ ബറാഅത്താണോ, അന്ന് ചക്കര ചോറുന്നോ ആ പരിപാടി ഇല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ബിദ്അത്തുകൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യരുത്. കുടുംബത്തിൽ ചെയ്യുന്നവരോട് ബോധവൽക്കരണം ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോറോ അതുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളോ നമ്മൾ ഒരിക്കലും പങ്കുകൊള്ളാൻ പാടില്ല. ഓണത്തിന്റെ ഉത്സവത്തിന് ചോറ് എന്നൊക്കെ പറഞ്ഞ് വയലറി, എന്നാലും ഇങ്ങനത്തെ കുറെ ഖുറാഫാത്തിന്റെ ചോറ് നമ്മളൊന്നും ചെയ്ത് പാടില്ല. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സ്വർഗം നേടാൻ, നരകത്തിന് രക്ഷപ്പെടാൻ പൂർത്തീകരിക്കുന്ന മതമാണ്. ആ മതത്തിൽ നമ്മുടെ വക ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ സുന്നത്തിനെ കൃത്യമായി സ്വീകരിച്ച് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ വാദം പിൻപറ്റി ഉജ്ജ്വലമായ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ജവാഹരായി ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെ നമ്മൾ വന്നുപോയ ശിർക്കും ബിദ്അത്തുകളും ഹറാമുകളും അല്ലാഹു പുറത്തുമാറാകട്ടെ. വരാൻ പോകുന്ന റമദാനിലേക്ക് നമുക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും എല്ലാ നിലക്കുള്ള അവസരങ്ങളും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك غفور رحيم. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. اقول قولي هذا استغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه انه الغفور الرحيم. وصلى الله وسلم تسليما كثيرا.